ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്. സോ നമ്മുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവാം. സാധാരണ നമ്മൾ 3 പേരിലും ഞാനാണ് ഏറ്റവും ലേറ്റായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ അനിയൻ എന്നെ കൊണ്ടാക്കുകയാണ്. 4 കല്ലിൽ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഏതോ പുറകിൽ വന്ന മാമനാണ് ഗൈസ്. എങ്ങനെയോ എൻ്റെ വീഡിയോയിൽ പെട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ബസ് പോലും വന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ പോകാന്നുള്ളൊരു തീരുമാനത്തിൽ ഒരാൾ സ്റ്റോപ്പ് ക്രീം ഇട്ടതാണ്. കണ്ടോ? ഇതിനൊന്നും കാണുന്നില്ലേ? നേരിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെ സ്റ്റോപ്പ് ക്രീം മാത്രമേ നീട്ടുള്ളൂ, ഫൗണ്ടേഷൻ ഇട്ടില്ലേ? സ്റ്റോപ്പ് സൺസ്ക്രീം ഇട്ട് പിന്നെ പൗഡർ ഇട്ട് പിന്നെ സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ തന്നെ കറക്റ്റ് സമയത്തിന് ഒരു ഓട്ടോ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ RK വെഡിങ് മോളിലോട്ടാണ് പോയത്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ കുറച്ച് വില കുറവാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വിലയും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിരുന്നു. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ തരത്തിൽ ഭയങ്കര വിലക്കുറവായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ആദ്യം ഈ ഒരു സാരിയാണ് അവൾ വെച്ച് നോക്കിയത്. അവർ തന്നെ നമുക്ക് ഉടുത്തും തരും കേട്ടോ. 2 സാരിയാണ് നമ്മൾ ഉടുത്ത് നോക്കിയത്. ഇപ്പോൾ എന്ത് രസമായിട്ട് അവർ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നത്. നമ്മൾ ഒരു സാരി ഉടുക്കാൻ തന്നെ എന്നെ സംബന്ധിച്ച് 1 മണിക്കൂർ കൂടുതൽ വേണം. ഇവർ മറ്റേ ടക്കെന്ന് അടിപൊളിയായിട്ട് അത് വൃത്തിക്ക് സാരി കൊടുത്തു കേട്ടോ. അതിന് ആ സാരിയുടെ സൈഡ് വെച്ചിട്ട് ഒരു ബ്ലൗസായിട്ട് സെറ്റ് ചെയ്തു. ഈ സാരി സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാളും ഈ ഒരു സാരിയാണ് നമുക്ക് 2-3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് വച്ചപ്പോൾ തന്നെ അവളുടെ മുഖത്തിന് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഈ പോത്തീസിലൊക്കെ പോയാൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടത്തേന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നോക്കി. പക്ഷേ ഇത് ഭയങ്കര റോങ് ചോയ്സ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യത്തിന് എടുത്തില്ല. നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഇടയിൽ സമയം കിട്ടിയപ്പോൾ അവൾ തന്നെ അവളുടെ സ്വന്തം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് രാമചന്ദ്രയിലോട്ടാണ്. അവിടെ പോയിട്ടും കുറച്ച് കാര്യങ്ങൾ, വൈകുന്നേരത്തുള്ള ഡ്രസ്സ് സെറ്റ് ആയിട്ടില്ല. സോ നമ്മൾ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാമചന്ദ്രയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം ആ വെഡിങ് മോളിൻ്റെ അകത്തായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പുറത്ത് മഴ പെയ്ത കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴ. ഇവിടെ രാമചന്ദ്രയിൽ ഒരു സൈഡിലാണ് ലൈക്ക് ഗൗണും എല്ലാം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ പോയി. ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു ഫ്രൂട്ട് സർബത്തുമാണ് കുടിച്ചത്. നല്ല ഫ്രൂട്ട് സർബത്തായിരുന്നു. പിന്നെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടോ. അതേത് ഡ്രസ്സാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി വരുന്ന വീഡിയോസിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് എടുക്കാനാണ് പോയത്. നമ്മൾ കൊല്ലം സുപ്രീമിലാണ് കേട്ടോ പോയത്. ഇവിടെ കുറേ അഫോർഡബിൾ റേറ്റിന്, കാരണം ഈ ഒരു സെറ്റിന് 1000 ഒക്കെ വരുന്നുള്ളൂ റേറ്റ്. അങ്ങനെ ഭയങ്കര വിലക്കുറവിന് എന്തോ കോംബോ ഓഫറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും വീഡിയോ എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് ഭയങ്കര ഭംഗിയായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും തോന്നിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ മാലകളുടെയും ഇതൊക്കെ അവിടുത്തെ മാലകളും കമ്മലും ഒക്കെയാണ് കേട്ടോ ഇതെടുത്ത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ബിരിയാണി കഴിക്കാൻ പോയി കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. 2 ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇന്ന് ഫുൾ കറങ്ങി നടന്നു. ഞാൻ നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് നോൺ ഷലാൻഡ് ദീവ അല്ല ഇവളുടെ ഈ വോയിസ് ഉൾപ്പെടുത്തണേ വ്ലോഗിൽ എടുക്കണം. ഇവളാണ് നമ്മുടെ കൂടുതൽ ജെൻസ്. ജെൻസിയോ? അല്ല ഇവളാ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓർണമെന്റ്സും കൂടെ എടുക്കണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ രാമചന്ദ്രൻ ഫാൻസിയിലാണ് പോയത്. മെയിനായിട്ട് കമ്മലാണ് കേട്ടോ വാങ്ങിയിരുന്നത്. പക്ഷേ അവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വഴിയിലുള്ളൊരു കടയിൽ നല്ലൊരു അടിപൊളി കമ്മൽ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു മാട്ടിയൊക്കെയാണ് വാങ്ങാം. മാട്ടി എന്നാണോ അതിന് പറയാൻ നല്ലതെന്ന് തോന്നുന്നു. ഈ ചെവിയിൽ വെക്കുന്ന ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കുറേ സാധനങ്ങളും പിന്നെ മറ്റേ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങി കേട്ടോ. ഇത് എന്തോ സാധനമാണ്, ഡെർമാഡോക്കിൻ്റെ ഒക്കെയാണ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് അവൾ തന്നെ പറയും ഗൈസ്. ഇത് പിന്നെ കോജിക് ആസിഡ് സോപ്പ്, ഇത് ഡോവ് കുടിച്ചത്, ഇത് തലയിൽ തേക്കാൻ. അല്ലെ ഇതേപോലത്തെ ഒന്ന് ഇതായിരുന്നു പണ്ടത്തെ ഹൈലൈറ്ററും സോപ്പ് ക്രീമൊക്കെ. അത് കഴിഞ്ഞ് ഇത്രയും സാധനങ്ങളും കൊണ്ട് പിടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. സ്റ്റേ ട്യൂൺ ഫോർ ദ വെഡിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായി ലൈക്ക്, ഷെയർ, കമൻറ്റ്.